ഹലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ മബാദ്. വേദിയിലിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ വ്യക്തികളെ, ഈ ഖുർആൻ സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിവിടെ പറയുന്നതും കേൾക്കുന്നതും നമ്മളുടെ ഈ ഒരുമിച്ചിരുത്തവുമെല്ലാം വരുംകാല ജീവിതത്തിൽ കൂടുതൽ വെളിച്ചമായി മാറാൻ റബ്ബ് സുബ്ഹാനഹു തആല നമുക്കൊക്കെയും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥം, അതിൻ്റെ അഹ്ലുകാരായി, അതിൻ്റെ ആളുകളായി ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. ഈ ലോകത്ത് നമുക്ക് വെളിച്ചമായും നമുക്ക് കരുത്തായും കൂട്ടായും ഈ ലോകത്തിനപ്പുറമുള്ള നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വിജയത്തിൻ്റെ നിദാനമായുമൊക്കെ മാറാനുള്ള വിശുദ്ധ വേദഗ്രന്ഥം, അതിനെ പഠിക്കുന്നവരാണ് നമ്മളെല്ലാവരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ഖുർആൻ പഠിക്കുകയും അത് പകർന്നു നൽകുകയും ചെയ്യുന്നവരാണ് നിങ്ങളിലെ ഏറ്റവും ഉത്തമരായ ആളുകൾ എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാറ്റഗറിയിൽ, അങ്ങനെ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടാൻ കഴിയുന്നു എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു സൗഭാഗ്യമാണ്. നമുക്കറിയാം, ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ കലാമാണ്. അള്ളാഹു സംസാരിക്കുകയാണ് ഖുർആനിലൂടെ. ആരോടാ സംസാരിക്കുന്നത്? നമ്മളോട് ഓരോരുത്തരോടുമാണ് അള്ളാഹു സംസാരിക്കുന്നത്. നമ്മളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മളുടെ ജീവിതത്തിൻ്റെ വലിയ വലിയ കാര്യങ്ങൾ മുതൽ നമ്മളുടെ ജീവിതത്തിലെ വളരെ സൂക്ഷ്മമായ കാര്യങ്ങൾ വരെ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് സംസാരിക്കുകയാണ് ഖുർആനിലൂടെ. ഈ പ്രപഞ്ചമകലം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എല്ലാത്തിനും കഴിവുള്ള പടച്ച റബ്ബ് വളരെ നിസ്സാരനായ എന്നോട് സംസാരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഖുർആൻ വായിക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ ഒരു ഫീല് അത് തന്നെയാണ്. അള്ളാഹു എന്നോട് സംസാരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു ഫീല്. നമ്മൾ ചില പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ആ പുസ്തകങ്ങളിലെ ചില വരികളിലൂടെയും വാചകങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ ആ വാക്കുകളോടും അതുപോലെ തന്നെ അതിലെ വരികളോടുമൊക്കെ ചിലപ്പോൾ നമുക്ക് വലിയ ഒരു ഇഷ്ടം തോന്നാറുണ്ട്. അത് എഴുതിയ ആളോട് ചിലപ്പോൾ ഒരു ബഹുമാനം തോന്നാറുണ്ട്. ചില പുസ്തകങ്ങൾ അങ്ങനെയാണ്. മനുഷ്യന് അവൻ്റെ എല്ലാ പരിമിതികൾക്കും അവൻ്റെ എല്ലാ ന്യൂനതകളും അതൊക്കെ ഉള്ള അവൻ്റെ എഴുത്തുകളോടും അവൻ്റെ വാക്കുകളോടും നമുക്കങ്ങനെ ഒരു ഇഷ്ടവും ബഹുമാനവും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ, യാതൊരു ന്യൂനതയുമില്ലാത്ത, യാതൊരു കുറവുമില്ലാത്ത അക്ഷരങ്ങളുടെയും വാക്കുകളുടെയും ഒക്കെ ഉടയതമ്പരാനായ അള്ളാഹുവിൻ്റെ കലാം വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിനെ നമ്മൾ എത്ര ഇഷ്ടത്തോടെയും എത്ര ബഹുമാനത്തോടെയുമാണ് നോക്കിക്കാണേണ്ടി വരിക. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഖുർആനുമായിട്ട് ഏതോ അർത്ഥത്തിൽ ബന്ധമുള്ളവരാണ്. ഖുർആൻ എൻ്റെ ജീവിതത്തിൽ എന്ത് തരത്തിലുള്ള റിസൾട്ടാണ് എനിക്ക് തരുന്നത്, അല്ലെങ്കിൽ ഖുർആൻ എൻ്റെ ജീവിതത്തിൽ എന്തർത്ഥത്തിലുള്ള ഇൻഫ്ലുവൻസാണ്, സ്വാധീനമാണ് ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ഇടയ്ക്ക് ചിന്തിച്ചു നോക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല
ഖുർആനിനെ വ്യത്യസ്തങ്ങളായ പേരുകളിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഖുർആൻ എന്നും അൽ കിതാബ് എന്നും ഹുദയെന്നും നൂറെന്നും ഷിഫയെന്നും ദിക്റെന്നും ഫുർഖാനെന്നും ഇങ്ങനെ പല പല പേരുകളിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ആ ഖുർആനിൻ്റെ പേരുകളും വിശേഷണങ്ങളും ഖുർആനിൻ്റെ ഓരോ അനുഭവങ്ങളാണ്. അതായത് ആ ഖുർആൻ വായിക്കുന്ന, ഖുർആൻ പഠിക്കുന്ന, ഖുർആനിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തർക്കും ഖുർആൻ നൽകുന്ന വ്യത്യസ്തങ്ങളായ അനുഭൂതികളും അനുഭവങ്ങളുമാണ് വ്യത്യസ്തങ്ങളായ വിശേഷണങ്ങളിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. ചില ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ ഹിദായത്തായിരിക്കും, ഹുദയായിരിക്കും. ദൈവനിരാസത്തിൻ്റെയും അതുപോലെ തന്നെ തെറ്റായ ദൈവസങ്കല്പങ്ങളുടെയും ഇരുട്ടിൽ ജീവിക്കുന്നവർക്ക് യാഥാർത്ഥ്യത്തിലേക്ക് വഴി കാണിക്കുന്ന സന്മാർഗമായി ഹുദയായിട്ട് ചിലരുടെ ജീവിതത്തിലേക്ക് ഖുർആൻ കടന്നു വരുന്നുണ്ടാകും. ചിലരെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ എന്ന് പറയുന്നത് നൂറായിരിക്കും, ഒരു വെളിച്ചമായിരിക്കും. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ജീവിതത്തിലൂടെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തിൻ്റെ തെളിച്ചമുള്ള വഴി കാണിച്ചു കൊടുക്കുന്ന നൂറായി, വെളിച്ചമായി ഖുർആൻ അവരുടെ മുന്നിലേക്ക് എത്തുന്നുണ്ടാകും. ഇനിയും ചിലർക്ക് ഖുർആൻ എന്ന് പറയുന്നത് ഒരു ശിഫയായിരിക്കും. ഭൗതിക ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, സങ്കടങ്ങളിലൂടെ, ദുഃഖങ്ങളിലൂടെ, അത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മളുടെ മനസ്സിന് സാന്ത്വനമായി, സമാധാനമായി, ശിഫയായി പെയ്തിറങ്ങുന്ന ഒരു ചേർത്ത് പിടിക്കലായി ഖുർആനിൻ്റെ വാചകങ്ങൾ അവരുടെ ജീവിതത്തിലെ ഒരു ശിഫയായി, സമാധാനമായിട്ട് മാറുന്നത് കാണാൻ കഴിയും. ഇനി ചിലർക്കതൊരു ദിക്റായിരിക്കും. ഭൗതിക ലോകത്തിൻ്റെ അതിൻ്റെ ആനന്ദങ്ങളുടെ പൊലിമയിൽ കണ്ണുമഞ്ഞളിച്ചു പോയി അങ്ങനെ ജീവിതത്തിൻ്റെ അർത്ഥമില്ലാത്ത ഒരുപാട് ആനന്ദങ്ങളിലൂടെയും അനുഭൂതികളിലൂടെയും മുന്നോട്ട് പോയിട്ട് ഭൗതിക ലോകമാണ് എല്ലാം എന്ന രീതിയിൽ മുന്നോട്ട് പോയി ഒടുവിൽ ഈ ഭൗതിക ലോകത്തിൻ്റെ നിസ്സാരത തിരിച്ചറിയുന്ന, ഈ മരണാനന്തര ജീവിതത്തിനപ്പുറമുള്ള വിശാലമായ ലോകമാണ് ഏറ്റവും വലുത് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിക്റായി, ഉത്ബോധനമായി അവരുടെ ജീവിതത്തിലെ ഖുർആനിൻ്റെ ആയത്തുകൾ വന്നിറങ്ങുന്നതായിട്ട് കാണാൻ കഴിയും. അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ ആത്മീയമായ വഴികളിൽ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് സാമൂഹിക പ്രവർത്തനത്തിൻ്റെയും നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിനും പ്രചോദിപ്പിക്കുന്ന ആയത്തുകളായി വിശുദ്ധ ഖുർആൻ മാറുന്നത് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ മാർഗത്തിലെ സാമൂഹികമായ പോരാട്ടങ്ങളിലൂടെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കരുത്തായിട്ട് ആത്മീയതയുടേതായ അവരുടെ അള്ളാഹുവിനോടുള്ള ഹൃദയബന്ധത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ആത്മീയ യാത്രയായിട്ട് ചിലരെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ മാറുന്നുണ്ടാകും. ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൻ്റെ പല രീതിയിൽ, പല രൂപത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന, ആസ്വദിക്കാൻ കഴിയുന്ന അനുഭൂതികൾ പകരുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾ ആലോചിക്കേണ്ടത്, ഞാൻ ഒരുപാട് കാലമായി ഖുർആൻ വായിക്കുന്നുണ്ട്, ഞാൻ ഒരുപാട് കാലമായിട്ട് ഖുർആൻ പല രൂപത്തിൽ കേൾക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ എവിടെയാണ് ഖുർആൻ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത്? എന്നോടൊരാൾ ചോദിക്കുകയാണ്, വിശുദ്ധ ഖുർആനിൽ നിന്ന് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചിന്തിക്കാൻ നിങ്ങളെ പ്രചോദിപ്പിച്ച, നിങ്ങൾ എപ്പോഴും ആലോചിക്കുന്ന ആയത്തുകൾ ഏതാണ് എന്ന് നമ്മളോടൊരാൾ ചോദിച്ചാൽ നമുക്ക് എത്ര ആയത്തുകൾ പറയാൻ കഴിയും എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. ഒരായത്തും നമ്മളുടെ മനസ്സിൽ വരുന്നില്ലെങ്കിൽ ഖുർആനിനെ നമ്മൾ അങ്ങനെ സമീപിച്ചിട്ടില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ്. കാരണം അങ്ങനെ ആലോചിച്ചു നോക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരാത്ത ഒരു ആയത്ത് പോലും ഖുർആനിൽ നിന്ന് നമുക്കങ്ങനെ എടുത്തു പറയാനില്ല എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും വിശുദ്ധ ഖുർആൻ നമ്മളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടില്ല എന്നതുപോലും ആകും അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത്. കാരണം അള്ളാഹു സംസാരിക്കുന്നത് നമ്മളെക്കുറിച്ചാണ്, നമ്മളെ ജീവിതത്തെക്കുറിച്ചാണ്, നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളെക്കുറിച്ചാണ്, നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെയും മനുഷ്യരെയും കുറിച്ചാണ്, നമ്മളുടെ ജനനത്തെയും നമ്മളുടെ മരണത്തെയും നമ്മളുടെ മരണാനന്തര ജീവിതത്തെയും കുറിച്ചാണ് പടച്ചോൻ നമ്മളോട് സംസാരിക്കുന്നത്. ആ ജീവിതത്തിൻ്റെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹു നമ്മളോട് പറയുമ്പോൾ ഞാൻ കടന്നുപോയി കൊണ്ടിരിക്കുന്ന ജീവിതഘട്ടത്തോടെ യാതൊരു തരത്തിലും റിലേറ്റ് ചെയ്യാത്ത ഒരു കാര്യവും ഖുർആനിലില്ല എന്ന് മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് കഴിയും. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം, അള്ളാഹുവിൻ്റെ കലാം നമ്മളോട് സംസാരിക്കുന്നത് നമ്മളുടെ തലച്ചോറിനോട് മാത്രമല്ല, നമ്മളുടെ ബുദ്ധിയോട് മാത്രമല്ല,
വൈചാരികമായിട്ട് മാത്രമല്ല ഖുർആൻ നമ്മളോട് സംവദിക്കുന്നത്, വൈകാരികമായിട്ട് കൂടിയാണ്. നമ്മളുടെ കൽബിനോട് കൂടിയാണ്, നമ്മളുടെ ഹൃദയത്തിനോട് കൂടിയാണ്. വിശുദ്ധ ഖുർആൻ നമ്മളുടെ ഹൃദയത്തിലേക്ക് ഇട്ടുതരുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ കൂടിയാണ് ഖുർആനിന്റെ വാചകങ്ങളും സൂക്തങ്ങളും എന്ന് പറയുന്നത്. നമ്മളിലേക്ക്, നമ്മളുടെ മനസ്സിലേക്ക് അങ്ങനെ ഇറങ്ങിച്ചെല്ലുന്ന ഒരുപാട് വാക്കുകൾ ഖുർആനിലേക്ക് ഇറങ്ങി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാലോ, ഖുർആൻ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പല രീതിയിൽ ആ ഖുർആനിലേക്ക് നമ്മൾ അങ്ങനെ ഇറങ്ങിച്ചെല്ലുമ്പോൾ ഒരുപാട് തിരിച്ചറിവുകളിലേക്ക് ഖുർആൻ നമ്മളെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുന്നതായിട്ട് കാണാൻ കഴിയും. ആദ്യമായിട്ട് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ തിരിച്ചറിവ് എന്താണ്? അത് അള്ളാഹുവെ കുറിച്ചുള്ള അറിവ് തന്നെയാണ്. ഖുർആനിന്റെ വലിയൊരു ഭാഗം, വേണമെങ്കിൽ അതിന്റെ 1/3 ഭാഗവും അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ആയത്തുകളാണ്, അള്ളാഹുവെ കുറിച്ച് വിശദീകരിക്കുന്ന കാര്യങ്ങളാണ്. ആരാണ് അള്ളാഹു? അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ എന്താണ്? അവന്റെ ഗുണങ്ങൾ എന്താണ്? അവന്റെ കഴിവുകൾ എന്താണ്? അവനെന്തെല്ലാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ പടച്ച റബ്ബിനെ കുറിച്ചുള്ള വർത്തമാനങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ആ ഖുർആനിലൂടെ നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള വലിയ ഒരു ചിത്രം നമ്മളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ വൽഫുൽകില്ലദീ തജ്രി ഫിൽ ബഹർ ബിമാ യൻഫഉൻ നാസ് വസ്സഹാബിൽ മുസഖ്ഖരി ബൈനസ് സമാഇ വൽ അർദ്. അല്ലാഹു ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഈ ആകാശത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, കാറ്റിനെക്കുറിച്ച്, കടലിനെക്കുറിച്ച്, നക്ഷത്രങ്ങളെക്കുറിച്ച്, സൂര്യനെക്കുറിച്ച്, ചന്ദ്രനെക്കുറിച്ച്, ഒട്ടകത്തെക്കുറിച്ച്, എട്ടുകാലിയെക്കുറിച്ച്, ഉറുമ്പിനെക്കുറിച്ച്, തേനീച്ചയെക്കുറിച്ച്, ഇങ്ങനെ നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതുമായ നമ്മളുടെ ചുറ്റുമുള്ള ഒരുപാട് യാഥാർത്ഥ്യങ്ങളിലേക്ക് അല്ലാഹു നമ്മളെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇതിനെയെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ പടച്ചറബിന്റെ കഴിവുകളെ കുറിച്ച് നമ്മളുടെ മുന്നിൽ ഇങ്ങനെ വിവരിച്ചു തരുമ്പോ സുബ്ഹാനക മാ ഖലഖ്ത ഹാദാ ബാതില, ഒരു വിശ്വാസിയുടെ മനസ്സിൽ വരുന്ന ഒരു ചിത്രമുണ്ട്. അല്ലാഹുവേ, യാതൊരു ന്യൂനതയുമില്ലാതെ, യാതൊരു കുറവുമില്ലാതെ ഈ അണ്ടകടാഹത്തെ മുഴുവൻ, ഈ പ്രപഞ്ചമാസകലം സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന നാഥ, നീ അത്രയും പരിശുദ്ധനാണ്, നീ അത്രയും എല്ലാം തികഞ്ഞവനാണ്. ഈ പറയുന്ന ഒരു ഫീൽ, ഒരു ബോധം വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമുക്ക് സമ്മാനിക്കേണ്ടതുണ്ട്. അതാണ് ഖുർആനിന്റെ ഏറ്റവും വലിയ തിരിച്ചറിവ്, അള്ളാനെ അറിയാന്നുള്ളതാണ്. അള്ളാഹുവെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് എന്താണ്? ഈ മുഴുവൻ പ്രപഞ്ചത്തെയും ഇങ്ങനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു വലിയ ഒരു ശക്തിക്കുടമയായ പടച്ചോൻ, അതൊരു ചിത്രമാണ് അള്ളാഹുവിൻ്റെത്. അതേസമയം വിശുദ്ധ ഖുർആൻ നമുക്ക് അള്ളാഹിനെ കുറിച്ചുള്ള മറ്റൊരു ചിത്രവും നൽകുന്നുണ്ട്. അതെന്താ? ഇത്രയും മഹത്വമുള്ള പടച്ചറബ്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ കൊണ്ടു നടക്കുന്ന പടച്ചറബ്, നിസാരക്കാരിൽ നിസാരക്കാരനായ എൻ്റെ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുന്ന ഒരു റബ്ബാണ്. ആ ചിത്രം കൂടി വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്നുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വല്ലദീ ഹുവ യുത്ഇമുനി വയസ്കീൻ വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. എനിക്ക് ഭക്ഷണം നൽകുന്നത് പടച്ച റബ്ബാണ്, എനിക്ക് ആഹാരം നൽകുന്നത്, എനിക്ക് വെള്ളം നൽകുന്നത്, എനിക്ക് അസുഖം വരുമ്പോൾ എനിക്ക് ശിഫ നൽകുന്നത് പടച്ച റബ്ബാണ്. അപ്പൊ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു പടച്ചോ മാത്രമല്ല, എൻ്റെ ജീവിതത്തിന്റെ ഓരോ ചലനങ്ങളും നിശ്ചയിക്കുന്ന, എൻ്റെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു റബ്ബ്. ആ റബ്ബിനെ കുറിച്ചുള്ള ഒരു ചിത്രം ഇങ്ങനെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പൊ നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിക്കും. അള്ളാഹു പറയുന്നുണ്ടല്ലോ, വലൗ നശാഉ ലതമസ്നാ അലാ അയ്യുനിഹിം ഫസ്തബഖുസ് സിറാത ഫഅന്നാ യുബ്സിറൂൻ. ഓരോ ദിവസവും രാവിലെ ഉണരുമ്പോൾ നമ്മൾ കണ്ണു തുറക്കുന്ന സമയത്ത് ചുറ്റുമുള്ള വർണ്ണക്കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയാൻ നമുക്ക് കഴിയണം. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു തആല പറയാം, നിങ്ങൾ തുറക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു കണ്ണുകൾ നൽകിയ നാഥന് അത് മായ്ച്ചു കളയാനും കഴിയുള്ളവനാണ്. അതുപോലെ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾക്ക് കണ്ണു തുറക്കാനും ആ തുറന്ന കണ്ണുകൾ കൊണ്ട് ഈ ലോകത്തെ കാണാനും കഴിയുന്ന ഒരു ശക്തി നൽകിയത് പടച്ച റബ്ബാണ്. നമ്മളുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, നമ്മളോട് ഔദാര്യം കാണിക്കുന്ന ഒരു റബ്ബിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഖുർആനിലൂടെ നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ കാര്യം. രണ്ടാമത്തെ തിരിച്ചറിവ് എന്താ? പിന്നെ നമ്മളിങ്ങനെ ഖുർആനിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു തിരിച്ചറിവ്, അത് നമ്മളെക്കുറിച്ച് തന്നെയുള്ള അറിവാണ്. വളരെ നിസാരക്കാരായ നമ്മളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പരാമർശിക്കുന്നുണ്ട്. നമ്മളില്ലാതിരുന്ന ഒരു കാലം മുതൽ നമ്മളോട് പറയുന്നുണ്ട്,
ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകുൻ ഷൈഅം മദ്കൂറ. അല്ലാഹു നമ്മളോട് പറയാണ്, നിങ്ങളില്ലാതിരുന്ന ഒരു കാലം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്ന് നിങ്ങളെ ഇല്ലായിരുന്നു. ഇന്ന് നിങ്ങൾക്കൊരു പേരുണ്ട്, നിങ്ങൾക്കൊരു അഡ്രസ് ഉണ്ട്. നിങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ നാലാളുകൾ അറിയുന്ന കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ അതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്ന് നിങ്ങളെ ഇല്ലാതിരുന്നു. പിന്നെ നിങ്ങളെന്ന് പറയുന്ന ഒരു മനുഷ്യന് ഈ ലോകത്ത് വരണമെന്ന് തീരുമാനിച്ചതാരാണ്? നമ്മളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല ആലോചിക്കാൻ വേണ്ടി പറയാണ്. കാരണം ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ച ഒരുപാട് ജീവജാലങ്ങളുണ്ട്, മനുഷ്യനല്ലാത്ത ഒരുപാട് ജീവജാലങ്ങൾ. അതിലേതെങ്കിലുമൊക്കെ ഒരു ജീവിയായിട്ട് അള്ളാഹുവിന് വേണമെങ്കിൽ നമ്മളെ സൃഷ്ടിക്കായിരുന്നു. ഒരു മനുഷ്യനാവണം എന്നത് നമ്മളാരും തീരുമാനിച്ചതല്ല. എൻ്റെ റബ്ബ് തീരുമാനിച്ചതാണ് എന്നെ മനുഷ്യനാക്കാൻ. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലെ ഏറ്റവും ഉത്തമനായ ഒരു സൃഷ്ടി വലഖദ് കറംനാ ബനി ആദം, അല്ലാഹു സുബ്ഹാനഹു തആല ആദരിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ഒരാൾ. അങ്ങനെ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ച സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും മനോഹരനായ സൃഷ്ടി, ഏറ്റവും സൗന്ദര്യമുള്ള, ഏറ്റവും മനോഹാരിതയുള്ള ഘടന നൽകപ്പെട്ടത് മനുഷ്യനാണെന്നുള്ള പറയുമ്പോൾ നമ്മളെക്കുറിച്ചുള്ളൊരു അഭിമാനബോധം നമുക്കുണ്ടാവുകയാണ്. കാരണം അള്ളാഹുവിന് വേണമെങ്കിൽ എന്നെ ഒരു പക്ഷിയായി, ഒരു പൂച്ചയായി, ഒരു എലിയായി, ഒരു പാറ്റയായി, അല്ലെങ്കിൽ എന്നെ സൃഷ്ടിക്കാതിരിക്കാൻ തന്നെയും അള്ളാഹുവിന് കഴിയുമായിരുന്നു. പക്ഷെ എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല അവൻ ആദരിച്ച ഏറ്റവും സുന്ദരമായ ഘടന നൽകിയ ഒരു മനുഷ്യനായിട്ട് എന്നെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു അഭിമാനബോധം ഖുർആൻ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ആ അഭിമാനബോധത്തിലാണ് നമ്മൾ ഈ ലോകത്ത് എഴുന്നേറ്റ് നിൽക്കേണ്ടത്. അത് നമ്മളെ അള്ളാഹുവിന് ശുക്ർ രേഖപ്പെടുത്തുന്നതിലേക്കും അതുപോലെ തന്നെ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുന്നതിലേക്കും അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ട് അവൻ്റെ വഴിയിൽ മുന്നോട്ട് നടക്കാനും നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു തിരിച്ചറിവായിട്ടത് മാറും. പിന്നെയും നമ്മളെ ഖുർആനിലൂടെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ മുന്നിൽ നമ്മളുടെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള ഒരു ചിത്രം അള്ളാഹു നൽകുകയാണ്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ചുറ്റിലും വളരെ സുന്ദരമായ ഒരു ലോകം, ഒരുപാട് അലങ്കാരങ്ങളുള്ള, ഒരുപാട് സീനത്തുള്ള, ഭൗതിക ലോകത്തിൻ്റെ സുഖങ്ങളും സന്തോഷങ്ങളുമുള്ള ഒരു ലോകം നമ്മളുടെ മുന്നിൽ നിൽക്കുകയാണ്. അതിലേക്ക് അങ്ങനെ നമ്മളുടെ മനസ്സിനെ ഇങ്ങനെ കൊണ്ടുപോകുകയാണ്. കാരണം നമ്മളുടെ മനുഷ്യന്റെ ഒരു പ്രകൃതം ആ ഭൗതിക ലോകത്തിന്റെ ആനന്ദങ്ങളിലേക്കും ഭൗതിക ലോകത്തിന്റെ അലങ്കാരങ്ങളിലേക്കുമൊക്കെ കൊണ്ടുപോകുന്ന ഒരു മനുഷ്യന്റെ പ്രകൃതം നമ്മളുടെ ഉള്ളിലുണ്ട്. അതിലേക്ക് നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു യാഥാർത്ഥ്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറയാണ്, ഇന്നമാ മസലുൽ ഹയാത്തിദ് ദുനിയാ കമാ ഇന്നൻസൽനാഹു മിനസ് സമാ ഫഖ്തലത ബിഹി നബാതുൽ അർള്. അല്ലാഹു സുബ്ഹാനഹു തആല പറയാ, നിങ്ങളുടെ ചുറ്റിലും നിങ്ങൾ കാണുന്ന ഈ ലോകമുണ്ടല്ലോ, ആ ലോകത്തിന്റെ ഉപമ ഒരു മഴ പെയ്യുന്നത് പോലെയാണ്. ആ മഴ പെയ്യുമ്പോൾ എന്താ സംഭവിക്കാം? മഴ പെയ്യുമ്പോൾ ഈ ഭൂമിയിലെ മണ്ണുമായിട്ട് ആ മഴവെള്ളം കൂടിച്ചേരുകയാണ്. അങ്ങനെ മഴവെള്ളം കൂടിച്ചേരുമ്പോൾ പുതുനാമ്പുകൾ ഉടലെടുക്കുകയാണ്. ഹത്താ ഇദാ അഖദത്തിൽ അർളു സുഹ്റഫഹാ വസ്സയനത്. അല്ലാഹു സുബ്ഹാനഹു തആല മനോഹരമായി പറയാണ്, അങ്ങനെ ഭൂമി അതിൻ്റെ അലങ്കാരങ്ങളും ആഡംബരങ്ങളും ഒക്കെ അണിഞ്ഞു നിൽക്കുകയാണ്. അതായത് പച്ചപ്പ് നിറഞ്ഞ മഴ പെയ്തിട്ട് നമ്മളുടെ ചുറ്റിലുമുള്ള പുല്ലുകളും നമ്മളുടെ ചുറ്റിലുമുള്ള ചെടികളും മരങ്ങളുമൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയെ അള്ളാഹു വിശേഷിപ്പിക്കുന്നത് വളരെ ഭൂമി അതിൻ്റെ സൗന്ദര്യം അണിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആളുകൾ വിചാരിക്കുകയാണ്, വളന്ന അഹ്ലുഹാ അന്നഹും ഖാദിറൂന അലൈഹാ. അതിൻ്റെ ഉടമസ്ഥരായ ആളുകൾ വിചാരിക്കുന്നു, ഇതെല്ലാം നമ്മളുടേതാണ്, ഇതൊക്കെ നമ്മളുടെ സ്വന്തമാണ്, ഇനി നമുക്കൊന്നും പേടിക്കാനില്ല, ഈ ലോകം നമ്മളുടെ കയ്യിലായിട്ടുണ്ട്, ഇനി നമുക്ക് സുഖകരമായി മുന്നോട്ട് പോകാം. അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, അതാഹാ അംറുനാ ലൈലൻ ഔ നഹാറാ. എന്നാൽ നമ്മളുടെ ഒരു കൽപ്പന, ഒരു പകലോ രാത്രിയോ നമ്മളുടെ ഒരു തീരുമാനം വന്നു കഴിയുമ്പോൾ അതങ്ങ് ഇല്ലാതാവുകയാണ്. അള്ളാഹുവിൻ്റെ ഒരു വിപത്ത് അല്ലെങ്കിൽ പടച്ചോൻ തീരുമാനിക്കുന്ന ഒരു പ്രകൃതി ദുരന്തം ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ അതുവരെ നമ്മൾ കണ്ടിരുന്ന ഭൂമിയുടെ എല്ലാ സൗന്ദര്യങ്ങളും അപ്പാടെ ഇല്ലാതായി പോകും. അല്ലാഹു സുബ്ഹാനഹു തആല അതിനെക്കുറിച്ച് പറഞ്ഞത് കഅല്ലം തഅന ബിൽ അംസ് എന്നാണ്. ഇന്നലെ അങ്ങനെ ഒന്ന് ഉണ്ടായിരുന്നു എന്ന് പോലും പറയാൻ കഴിയാത്ത വിധത്തിൽ അള്ളാഹു നിലവിലുള്ള അവസ്ഥയെ മാറ്റിക്കളഞ്ഞിട്ടുണ്ടാവുന്നതാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മളുടെ മുന്നിലുണ്ടല്ലോ. ഉരുൾപൊട്ടലൊക്കെ ധാരാളമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. നമ്മുടെ നാട്ടിലൊക്കെ
എല്ലാ വർഷവും ഉരുൾപൊട്ടലിന്റെ വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഉരുൾപൊട്ടിയ സ്ഥലത്ത് നമ്മൾ പോയി നോക്കിയാൽ അവിടെയുള്ള ആളുകൾ നമുക്ക് പറഞ്ഞു തരും, അതാ അവിടെ ഒരു വീടുണ്ടായിരുന്നു, ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു, അവിടെ ഒരു മരം ഉണ്ടായിരുന്നു, ഒരു മദ്രസ ഉണ്ടായിരുന്നു. നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അവിടെ മാറിപ്പോയിട്ടുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു തആല ഇങ്ങനെ ഒരു ഉദാഹരണം നമുക്ക് നൽകിയിട്ട് അള്ളാഹു നമ്മളോട് പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു തആല ഇങ്ങനെ ഒരു ഉദാഹരണം നമ്മളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് നമ്മളോട് പറയുന്നത്, അങ്ങനെ അങ്ങനെ ഒരു ഉപമ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് നമ്മളോട് പറയാണ്, ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നമുക്ക് കാണുമ്പോഴും നമുക്ക് നോക്കുമ്പോഴുമൊക്കെ സുന്ദരമായിട്ട് തോന്നും, നമുക്കൊരുപാട് സന്തോഷങ്ങൾ നൽകുന്ന കാര്യങ്ങൾ അതിലുണ്ടാകും. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്, അതിന് അനശ്വരതയില്ല. ഏത് സമയത്തും ഇല്ലാതായി പോകുന്ന ഒരു കാര്യമാണ് ഈ ദുനിയാവെന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ മുഴുവനായിട്ടും അതിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ അതൊരു നഷ്ടക്കച്ചവടമായിരിക്കും. ദുനിയാവ് നിങ്ങൾക്ക് ഉണ്ടാവണം. വലാ തൻസ നസീബക മിനദ് ദുനിയ. അല്ലാഹ് നമ്മളോട് പറയുന്നുണ്ട്, ദുനിയാവിനെ പൂർണ്ണമായും മറന്നുകൊണ്ടുള്ള ഒരു ഭൗതിക വിരക്തിയുടേതായ ഒരു ജീവിത വീക്ഷണമല്ല അള്ളാഹു ഭൗതിക ലോകത്തെ കുറിച്ച് നമ്മളോട് പറഞ്ഞു തരുന്നത്. മറിച്ച് ആ ഭൗതിക ലോകത്തെ നിങ്ങൾക്ക് സമീപിക്കാം, അതൊരു താൽക്കാലികമായ ഇടമാണ് എന്ന രൂപത്തിൽ മാത്രം. നിങ്ങളൊരു വഴിയാത്രക്കാരനാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായ ഒരു ഉദാഹരണം പറയുന്നുണ്ടല്ലോ, ഞാൻ ഈ ദുനിയാവില് മാ അന ഫിദ്ദുനിയ ഇല്ലാ കറാക്കിബ്, ഒരു യാത്രക്കാരനെ പോലെയാണ്. ആ യാത്രക്കാരൻ ഒരു ലക്ഷ്യസ്ഥാനമുണ്ട്. ആ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്രക്കിടയിലെ യസ്തലില്ലു തഹ്ത ഷജറത്തിൻ, വഴിയിലെ ഒരു തണൽ മരം കണ്ടപ്പോൾ കുറച്ച് സമയം അവിടെ ഇരുന്നു. ആ കുറച്ച് സമയം അവിടെ ഇരിക്കുമ്പോൾ ആ യാത്രക്കാരന്റെ മനസ്സെന്താണ്? ഇതെന്റെ ശാശ്വതമായ ഭവനമല്ല, ഇതെന്റെ ലക്ഷ്യമല്ല, എനിക്കൊരു ലക്ഷ്യത്തിലേക്ക് പോകാനുണ്ട്, അവിടേക്കുള്ള യാത്രക്കുള്ള ഊർജം സമ്പാദിക്കാനുള്ള താൽക്കാലികമായ ഇടം മാത്രമാണ് എന്ന ഒരു കൺസെപ്റ്റ്, എന്ന ഒരു കാഴ്ചപ്പാട് ദുനിയാവിനെ കുറിച്ച് നമുക്ക് ഉണ്ടാവുക എന്നത് നിരന്തരമായി ഖുർആൻ നമ്മളോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വിശുദ്ധ ഖുർആനിലേക്ക് നമ്മളിങ്ങനെ ഇറങ്ങിച്ചെല്ലുമ്പോൾ പടച്ചോനെ കുറിച്ച്, നമ്മളെക്കുറിച്ച്, നമ്മളുടെ ചുറ്റുപാടുള്ള ദുനിയാവിനെ കുറിച്ചൊക്കെ ഉള്ള കുറേ കാഴ്ചപ്പാടുകൾ ഖുർആൻ നമ്മളോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാകും. നമ്മളെ കുറിച്ചാണ് പറയുന്നത്, നമ്മളുടെ ജീവിതത്തെ കുറിച്ചാണ്. നമ്മളിങ്ങനെ നമ്മളുടെ നമ്മൾ ഖുർആനിലേക്ക് ഇങ്ങനെ പോയാൽ ഒരു നല്ല വ്യക്തി എങ്ങനെയാണ് ഒരു നല്ല വ്യക്തിയെ ഖുർആൻ വിഭാവന ചെയ്യുന്നത്? അത് നമസ്കാരവും നോമ്പും സക്കാത്തും അതുപോലെ തന്നെ ആരാധനകളും അനുഷ്ഠാനങ്ങളും ഉള്ള ഒരു വ്യക്തി എന്നത് മാത്രമല്ല, മറിച്ച് വിശുദ്ധ ഖുർആന്റെ ഒരു പ്രത്യേകത, ആരാധനകളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് പൊതുവായ വർത്തമാനങ്ങൾ മാത്രമേ അള്ളാഹു ഖുർആനിൽ പറയുന്നുള്ളൂ. പക്ഷേ നമ്മളുടെ സ്വഭാവങ്ങളെക്കുറിച്ച്, നമ്മളുടെ പെരുമാറ്റങ്ങളെക്കുറിച്ച്, നമ്മളിൽ ഉണ്ടാവേണ്ട ഉത്തമമായ ഗുണങ്ങളെക്കുറിച്ച് അള്ളാഹു വളരെ വിശദമായിട്ട് പരാമർശിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ നടക്കേണ്ടത് അള്ളാഹ് പറയാണ്. നമ്മളുടെ നടത്തത്തെ കുറിച്ച് പറയുന്നുണ്ട്, നമ്മളുടെ സംസാരത്തെക്കുറിച്ച്, നമ്മളുടെ ശബ്ദം അത് ഉയരുന്നതിനെ കുറിച്ച്, ശബ്ദത്തിന്റെ ടോണ് വ്യത്യാസപ്പെടുന്നതിനെ കുറിച്ച്, നമ്മൾ മറ്റൊരാളെ കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്, ഒരാൾ അവരെ ഇഷ്ടപ്പെടാത്ത പേരുകൾ വിളിക്കുന്നതിനെ കുറിച്ച്, ആളുകളെ കുറിച്ച് ഊഹിച്ച് വർത്തമാനങ്ങൾ പറയുന്നതിനെ കുറിച്ച്, ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ വളരെ നിസ്സാരമായിട്ട് കരുതാവുന്ന വിഷയങ്ങൾ പോലും അള്ളാഹു വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. നമസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണം പറയാത്ത വിശുദ്ധ ഖുർആൻ ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ അതിൽ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് ഖുർആനിന്റെ ആയത്ത് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നിങ്ങൾ വെറുതെ അങ്ങ് പോകരുത്. ഹത്താ തസ്തഅനിസു വതുസല്ലിമു അലാ അഹ്ലിഹാ, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം. ഒന്ന്, നിങ്ങൾ അപ്പോൾ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് ആ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ വീട്ടുകാർ ഇഷ്ടപ്പെടാത്ത ഒരു സമയത്തും സന്ദർഭത്തിലും നിങ്ങൾ മറ്റൊരു വീട്ടിലേക്ക് കയറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം അതവർക്ക് മനോവിഷമം ഉണ്ടാക്കും. അതുകൊണ്ട് മറ്റുള്ളവരുടെ മനോവിഷമങ്ങളെ പരിഗണിക്കണം എന്ന് അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകളാണ് നമ്മളോട് പറയുന്നത്.
നിങ്ങൾ മറ്റൊരു വീട്ടിലേക്ക് ചെന്നാൽ ഏതൊക്കെ വീടുകളിൽ നിന്ന് നിങ്ങൾക്ക് അവർ പ്രത്യേകം അനുവാദം ചോദിക്കാതെ തന്നെ ഏതൊക്കെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട്, ഏത് വീട്ടിൽ കയറി ചെന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പൊ നമ്മൾ ഖുർആൻ എന്ന് പറയുന്നത് ഏതോ നമ്മളോട് ബന്ധമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്ന ഒരു ഗ്രന്ഥമായിട്ടല്ല, നമ്മളുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന നമ്മളുടെ ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിലൂടെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരികയാണ്. ആ ഖുർആനിന്റെ കൈ നമ്മൾ പിടിച്ചു നോക്കുക. ആ ഖുർആനിന്റെ കൈ പിടിച്ചു നോക്കിയാലേ ഖുർആൻ നമ്മളെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകും നമ്മളുടെ ജീവിതത്തിന്റെ ഒരു യാത്രയിലേക്ക്. ആ യാത്രയിൽ ഖുർആൻ നമുക്ക് സമാധാനം പകർന്നു നൽകും, നമുക്ക് കരുത്ത് പകർന്നു നൽകും, നമുക്ക് ആശ്വാസം പകർന്നു നൽകും, നമുക്ക് വെളിച്ചം പകർന്നു നൽകും, നമുക്ക് ദൃഢവിശ്വാസം പകർന്നു നൽകും. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആടിയുലയാതെ നിൽക്കാനുള്ള ഒരു കരുത്ത് നൽകും. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ ഉണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിലേക്ക് അപ്പോൾ അവതരിക്കുന്ന ആയത്തുകളായിട്ട് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ നോക്കുക, നമ്മളുടെയൊക്കെ ജീവിതത്തില് നമ്മൾ ആഗ്രഹിക്കാത്ത പലതും സംഭവിക്കാറുണ്ടല്ലോ. നമ്മൾ ഇഷ്ടപ്പെടാത്ത ചിലതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ചിലപ്പോൾ സംഭവിക്കും. നമ്മൾ ഒരിക്കലും അത് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അങ്ങനെ ഒരു സാഹചര്യം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നുണ്ടാവുക. പക്ഷേ അങ്ങനെ പലതും സംഭവിക്കും. നമ്മൾ ഇഷ്ടപ്പെടാത്ത, നമ്മൾ ആഗ്രഹിക്കാത്ത, നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മളെ ദുഃഖത്തിലാഴ്ത്തുന്ന, നമ്മളെ പല രീതിയിൽ അസ്വസ്ഥപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വരും. അപ്പൊ എന്താ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യാം? നമുക്ക് പ്രയാസം ഉണ്ടാകും, നമുക്ക് സങ്കടം ഉണ്ടാകും, നമുക്ക് ദുഃഖമുണ്ടാകും. അങ്ങനെ പ്രയാസവും സങ്കടവും ദുഃഖവും ഒക്കെ ഉണ്ടാവുന്നത് പ്രശ്നമൊന്നുമില്ല. കാരണം നമുക്കൊരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പ്രയാസവും ദുഃഖവും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ കരയും ചെയ്യും. അങ്ങനെ കരയാൻ പാടില്ല എന്നൊന്നുമില്ല. കണ്ണീരെന്ന് പറയുന്നത് അതൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞിട്ടുണ്ടല്ലോ. അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസമുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾക്കൊന്നും സംഭവിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കള്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ ഒരു മകള് മാത്രമാണ് ജീവനോടുള്ളത്, ഫാത്തിമ റളിയല്ലാഹു അൻഹ. ബാക്കി മക്കളൊക്കെ അള്ളാന്റെ റസൂലിന്റെ ജീവിതകാലത്ത് തന്നെ അള്ളാഹുവിലേക്ക് യാത്ര പോയിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടങ്ങളിൽ എന്നെന്താ? മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരണപ്പെടുന്നതാണ്. അത് ആവോളം അനുഭവിച്ച ഒരാളാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും മകൾ മരിച്ച സമയത്ത് ആ ഖബറിന്റെ അടുത്ത് പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്, കണ്ണുനീരൊഴുകുകയാണ്. ഒരു സഹാബി വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അല്ല റസൂലെ, അങ്ങ് കരയുകയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അത് റബ്ബ് സുബ്ഹാനഹു തആല എൻ്റെ മനസ്സിലിട്ട് തരുന്ന റഹ്മത്താണ് എന്നാണ്. അതായത് നമുക്ക് സങ്കടം ഉണ്ടാകുമ്പോൾ, പ്രയാസം ഉണ്ടാകുമ്പോൾ കണ്ണ് നിറയുക എന്ന് പറയുന്നത് പടച്ചോന്റെ ഒരു റഹ്മത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് പ്രയാസമുണ്ടാകുന്ന സമയത്ത് നമുക്ക് ദുഃഖമുണ്ടാകും, സങ്കടമുണ്ടാകും. പക്ഷേ സ്വാഭാവികമായ ഒരു ദുഃഖത്തിൻ്റെയും സങ്കടത്തിൻ്റെയും കണ്ണീരിനും അപ്പുറം അതൊരു നിരാശയിലേക്ക് ഒരു വിശ്വാസിയെ കൊണ്ടെത്തിക്കാൻ പാടില്ല എന്നാണ് അള്ളാഹു നമ്മളോട് പറയുന്നത്. ഒരു ഡിപ്രഷനിലേക്ക് ഒരിക്കലും ഒരു വിശ്വാസി പോകാൻ പാടില്ല. കാരണം എന്താ? അസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും. അല്ലാഹു സുബ്ഹാനഹു തആല പറയാം, നിങ്ങൾ ഇഷ്ടപ്പെടാത്ത പലതും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്നിരിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതൊരു ഷർറാണ്, അതൊരു പ്രശ്നമാണെന്ന് വിചാരിക്കും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, അതിലെന്തെങ്കിലും ഒരു ഖൈർ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടാകും. അള്ളാഹു അതിലെന്തോ ഒരു ഖൈർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആഗ്രഹിക്കാത്ത, നമ്മൾ ഇഷ്ടപ്പെടാത്ത, നമുക്ക് ദുഃഖവും പ്രയാസവും ഉണ്ടാക്കുന്ന ഒരു കാര്യം നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായ ഒരു വേദനയുടെയും ദുഃഖത്തിൻ്റെയും അവസ്ഥകൾക്കപ്പുറം നമ്മൾ ആലോചിക്കേണ്ടത് പടച്ചോൻ എന്തോ ഒരു ഖൈർ ഇതിൽ കരുതിയിട്ടുണ്ടാകും എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ മനസ്സിലൊരു സമാധാനം കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അള്ളാന്റെ ഖുർആൻ നമ്മളിൽ സ്വാധീനിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ നമ്മള് വിശുദ്ധ ഖുർആൻ പറയാണ്, നേരെ തിരിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടാകും. നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ നല്ലതായിരിക്കും, അത് എൻ്റെ ജീവിതത്തിൽ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് പ്രവർത്തിക്കും, ഒരുപാട് പണിയെടുക്കും, ഒരുപാട് പ്രാർത്ഥിക്കും. പക്ഷെ അത് നമുക്ക് കിട്ടൂല. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടും ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും കിട്ടാതെ പോയ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പം എന്താ സ്വാഭാവികമായിട്ടുണ്ടാവുക? ഒരാൾക്കൊരു പ്രയാസം ഉണ്ടാകും, ഒരു ദുഃഖം ഉണ്ടാകും. ആ ദുഃഖം ചിലപ്പോൾ ഒരു നിരാശയിലേക്ക് പോകും.
പടച്ചോനെന്താ എന്നെ കേൾക്കാത്തത്? അല്ലെന്താ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, ഞാൻ അതിനുവേണ്ടി ഒരുപാട് അധ്വാനിച്ചല്ലോ, എന്നിട്ടെന്തേ റബ്ബ് എനിക്ക് തരാഞ്ഞത്? എന്താണ് എന്നോട് റബ്ബ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഞാൻ നിസ്കരിക്കാറുണ്ടല്ലോ, ഞാൻ നോമ്പ് നോൽക്കാറുണ്ടല്ലോ, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കാറുണ്ടല്ലോ, ഞാൻ ഖുർആൻ ഓതാറുണ്ടല്ലോ, എന്നിട്ടെന്താ റബ്ബേ എനിക്ക് നീ തരാത്തത് എന്നൊക്കെ പലപ്പോഴും നമ്മൾ ആലോചിച്ചു പോകും. അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും. നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളുണ്ടാകും, നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ടാകും, അത് കിട്ടിയാൽ എൻ്റെ ജീവിതത്തിൽ ഹൈറായിരിക്കുമെന്ന് ഞാൻ കരുതുന്നതാണ്, നമ്മൾ കരുതുന്നതാണ്. അല്ലാഹ് പറയാണ്, അത് നിങ്ങൾക്ക് ഹൈറല്ല, അത് ഷർറായതുകൊണ്ടാണ് അല്ലാഹ് അത് തരാതിരുന്നത് എന്നാണ്. അങ്ങനെ ആലോചിക്കാൻ നമുക്ക് കഴിയണമെന്നാണ്. അതായത് നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യം നമ്മളുടെ ജീവിതത്തിൽ കിട്ടാതെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത്, ആ കാര്യം എൻ്റെ ജീവിതത്തിൽ കിട്ടിയാൽ അതുകൊണ്ടെന്തോ ഷെറുണ്ടാകാൻ പോകുന്നുണ്ട്, ആ ഷെർ എൻ്റെ ജീവിതത്തിൽ നിന്ന് തടയാനായിട്ട് റബ്ബ് അതെനിക്ക് നൽകാതിരുന്നതാണ്, അത് റബ്ബിൻ്റെ കാരുണ്യമാണ് എന്ന് ആലോചിക്കാൻ നമുക്ക് കഴിയണം എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. അത് വല്ലാത്തൊരു ഈമാനിൻ്റെ അവസ്ഥയാണ്. അത് പറഞ്ഞു വന്നത്, ഇങ്ങനെ ഖുർആനിലൂടെ കടന്നുപോയാൽ നമ്മളുടെ ജീവിതവുമായി സംവദിക്കുന്ന, നമ്മളുടെ ജീവിതത്തോട് സംസാരിക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും. അതിൽ നിലപാടെടുക്കാൻ നമുക്ക് കഴിയണം. ലോകത്തെ ഖുർആൻ അങ്ങനെയാണ് ആളുകളെ സ്വാധീനിച്ചിട്ടുള്ളത്. ഫലസ്തീനിൽ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ആലോചിച്ച് നോക്കുക. ഒരു വശത്ത് ദൈന്യതയുടെയും ഭീകരമായ കൊലപാതകങ്ങളുടെയും കുട്ടക്കലുകളുടെയും കാഴ്ചകളും വാർത്തകളും നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ മറ്റു മനോഹരമായ പല ചിത്രങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഫലസ്തീനിലെ ഒക്ടോബർ 7 തൂഫാനുൽ അഖ്സക്ക് ശേഷം, ഫലസ്തീനിലെ സംഭവ വികാസങ്ങൾക്ക് ശേഷം ലോകത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ധാരാളക്കണക്കിന് ആളുകളുണ്ട്. അവരുടെ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണമായതെന്താ? നമ്മൾ വായിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. ഈ ഫലസ്തീനിലുള്ള ഈ പോരാട്ടത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും അവരുടെ സ്വബറിൻ്റെയും വാർത്തകളും കാഴ്ചകളും വർത്തമാനങ്ങളും ലോകത്തിങ്ങനെ മീഡിയകളിലൂടെ വരികയാണ്. ലോകത്ത് പലരും അത്ഭുതത്തോടെ നോക്കുകയാണ്. കാരണം അങ്ങനെ ഒരു കാഴ്ച അവർ ഇതുവരെ കണ്ടിട്ടില്ല. ഒരുപാട് യുദ്ധങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ആ യുദ്ധങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളെ വെറും കുറ്റപ്പെടുത്തലുകളുടെയും സങ്കടങ്ങളുടെയും അതുപോലെ തന്നെ ചീത്തപറച്ചിലിൻ്റെയും വാർത്തകളെ അവർ കണ്ടിട്ടുള്ളൂ. നാട് വിട്ടോടുന്ന കാഴ്ചകളാണ് അവർ കണ്ടിട്ടുള്ളത്. പക്ഷെ ഫലസ്തീനികൾ സ്വന്തം മക്കളെ അവിടെ മരണപ്പെടുമ്പോൾ അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് മക്കൾ ഷഹീദായതിൻ്റെ പേരിൽ റബ്ബിന് സ്തുതി പറയുന്ന മാതാപിതാക്കളെ അവർ കാണുകയാണ്. സ്വന്തം വീടും സ്വത്തുമെല്ലാം തകർന്നു വീഴുമ്പോഴും ഈ ഭൂമിയിൽ നിന്ന്, ഈ ഗസ്സയിൽ നിന്ന് ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ അത് അല്ലാഹുവിൻ്റെ ഫിർദൗസിലേക്ക് മാത്രമായിരിക്കും എന്ന് പറയുന്ന മാതാപിതാക്കളും അവിടുത്തെ ആളുകളെയും ലോകം കണ്ടു. അവരാലോചിക്കുകയാണ്, എവിടുന്നാണ് ഈ ജനതയ്ക്ക് ഈ സ്ഥൈര്യം കിട്ടുന്നത്? അവരങ്ങനെ അന്വേഷിച്ചു പോയിട്ട് അതിൻ്റെ ഉത്തരം അവർക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് കിട്ടുകയാണ്. ആ വിശുദ്ധ ഖുർആനിന്റെ വാചകങ്ങൾ അവർ വായിക്കുകയാണ്. ഈ ലോകത്തിലെ സത്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിന് പ്രചോദിപ്പിക്കുന്ന ആയത്തുകൾ. ആ മാർഗത്തിൽ മരണപ്പെടുന്നവരെ കൊല്ലപ്പെട്ടവർ എന്ന് വിളിക്കരുത്, അവർ ശുഹദാക്കളാണ്, അവരനുഗ്രഹീതരാണ് എന്ന് പറയുന്ന ആയത്തുകൾ. അങ്ങനെ സുബ്റിന്റെയും ഷഹാദത്തിന്റെയും വാചകങ്ങളെ ഇവർക്ക് കരുത്തു പകർത്തി നൽകി എന്നത് ഈ ഖുർആനിലേക്ക് വായിക്കാനും പഠിക്കാനും ഒരുപാട് ആളുകൾക്ക് പ്രചോദനമേകി. അങ്ങനെ ഖുർആൻ വായിച്ചും പഠിച്ചും അതിൻ്റെ വെളിച്ചത്തിലേക്ക് കടന്നു വന്ന ഒരുപാട് ആളുകളെ യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റും നമുക്ക് കാണാൻ കഴിയും. ഫലസ്തീനികൾ നിർവഹിക്കുന്നത് 2 സാക്ഷ്യങ്ങളാണ്, 2 ഷഹാദത്താണ്. ഒന്ന് രക്തസാക്ഷ്യമാണ്, മറ്റൊന്ന് സത്യസാക്ഷ്യമാണ്. അതിനവർക്ക് പ്രചോദനമാകുന്നത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്. അവരുടെ ജീവിതത്തിലൂടെ അവർ വിജയിച്ചു കഴിയുകയാണ്. ഇങ്ങനെ ഖുർആനിനെ വായിക്കാൻ നമുക്ക് കഴിയണം. നമുക്കറിയാലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിനെ കേൾക്കുന്ന ആളുകൂടിയായിരുന്നു. ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക മാത്രമല്ല, ഇടയ്ക്ക് റസൂൽ ഖുർആൻ കേൾക്കും. മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുന്ന ചില സ്വഹാബിമാരുണ്ടായിരുന്നു. ആ സ്വഹാബിമാരോട് ഖുർആൻ പാരായണം ചെയ്യാൻ പറയും. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുന്ന സഹാബിയാണ്. ഒരിക്കൽ അദ്ദേഹത്തെ വിളിച്ചിട്ട് അള്ളാന്റെ റസൂൽ പറഞ്ഞു, എനിക്കൊന്ന് ഖുർആൻ ഓതിത്തരണം. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതാൻ തുടങ്ങുകയാണ്. സൂറത്തുൻ നിസാ ആണ് പാരായണം ചെയ്യുന്നത്. വളരെ ശ്രുതിമധുരമായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരുന്നു. അള്ളാന്റെ റസൂൽ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ആയത്തങ്ങ് കഴിഞ്ഞപ്പോൾ അള്ളാന്റെ റസൂല് നിർത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പാരായണം നിർത്തിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴുണ്ട് അള്ളാന്റെ റസൂലിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവസാനമായി ഓതി വെച്ച ആയത്ത് ഇങ്ങനെയായിരുന്നു:
ഫകൈഫ ഇദാ ജഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജഅനാ ബിക അലാ ഹഉലാഹി ഷഹീദാ. നാളെ പരലോകത്ത് വെച്ച് ഓരോ സമൂഹങ്ങളെയും ഓരോ സമുദായങ്ങളെയും ആ സമുദായങ്ങളിലെ കുറ്റവാളികളെ കൊണ്ടുവരും. ആ കുറ്റവാളികൾക്കെതിരെ സാക്ഷി പറയാന് ആ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെയും കൊണ്ടുവരും. നിന്റെ ഉമ്മത്തിലെ കുറ്റവാളികൾക്കെതിരെ, താങ്കളുടെ ഉമ്മത്തിലെ കുറ്റവാളികൾക്കെതിരെ സാക്ഷി പറയാൻ താങ്കളെ കൊണ്ടുവരുമ്പോൾ താങ്കളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചോദിക്കുന്ന ഒരു ആയത്താണ്. ആ ആയത്തിലൂടെ കടന്നുപോയപ്പോ അള്ളാന്റെ റസൂലിന്റെ കൽബ് പിടഞ്ഞുപോയി. കാരണം നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് അഭിമുഖീകരിക്കേണ്ട ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ച് പറയുന്ന ആയത്താണ്. ആ ആയത്തിലെത്തിയപ്പോ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് അള്ളാന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ എത്രയോ ഖുർആനിക സൂക്തങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്, എത്രയോ ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട്. നമ്മളെക്കുറിച്ച് പറയുന്ന, നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്ന, നമ്മളുടെ മരണത്തെക്കുറിച്ച് പറയുന്ന, നമ്മളുടെ ഖബറിനെ കുറിച്ച് പറയുന്ന, നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ മഹ്ശറയിൽ പോയി നിൽക്കുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ട സാഹചര്യങ്ങളെ കുറിച്ച് പറയുന്ന എത്രയോ ആയത്തുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. നമ്മളുടെ കൽബൊന്ന് പിടയാതെ, നമ്മളുടെ കണ്ണുകളൊന്നും നനയാതെ, നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാതെ ആ ആയത്തുകളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അതെത്ര വലിയ നഷ്ടമായിരിക്കുമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അത്രയും സ്നേഹത്തോടെ, അത്രയും ചേർത്ത് പിടിക്കലോടെ അള്ളാഹു നമ്മളോട് സംസാരിക്കുകയാണ് ആ വചനങ്ങളിലൂടെ. ആ വചനങ്ങളെ ആ വൈകാരികതയിൽ മനസ്സിലാകാതെ പോകുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ സമയമുണ്ടാക്കിയേ തീരൂ. എത്ര തിരക്ക് പിടിച്ച ഓട്ടമായാലും ആ ഓട്ടത്തിനിടക്ക് അള്ളാഹു എന്നോട് എന്താണ് പറയാനുള്ളത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സമയമുണ്ടാകണം. ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട് ഖുർആനോട് നമുക്ക് എന്ത് ബന്ധമാണ് ഉണ്ടാവേണ്ടത് എന്നത്. ആ ബന്ധങ്ങൾ പല തട്ടിലുള്ള ബന്ധങ്ങളുണ്ട്. അതിലൊന്നാമത്തെ ബന്ധം ഖിറാഅത്ത് തന്നെയാണ്. ഖുർആൻ പാരായണം ചെയ്യുക എന്നത് തന്നെയാണ് ഖുർആനുമായിട്ടുള്ള ഒന്നാമത്തെ ബന്ധം എന്ന് പറയുന്നത്. ഖുർആൻ പാരായണം ചെയ്യുന്നത് അത് പുണ്യകർമ്മമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അല്ലദീ യഖറഉൽ ഖുർആന വഹുവ മാഹിറും ബിഹി മഹസ്സഫറത്തിൽ കിറാമിൽ ബററ. ഖുർആൻ വളരെ ശ്രുതിമധുരമായി നല്ലവണ്ണം ഓതാൻ കഴിയുന്ന ആളുകളുടെ സ്ഥാനം ഉന്നതരായ മലക്കുകളോടൊപ്പമാണ്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ഓതാൻ കഴിയണമെന്നില്ല, എല്ലാവർക്കും അങ്ങനെ നല്ലതുപോലെ ഓതാൻ കഴിയണമെന്നില്ല. അപ്പോൾ ഓതാതിരിക്കുകയല്ല വേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലദീ യഖറഉൽ ഖുർആന വഹുവ യതതഅതു ഫീഹി വഹുവ അലൈഹി ഷാഖുൻ ലഹു അജ്റാൻ. ഒരാൾ ഖുർആൻ ഓതാണ്, പ്രയാസപ്പെട്ടിട്ടാണ് ഓതുന്നത്, തപ്പിത്തടയുന്നുണ്ട്. അങ്ങനെ അയാൾ ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ രണ്ട് പ്രതിഫലമുണ്ട്. ഒന്ന് ഖുർആൻ ഓതിയതിന്റെ പേരിൽ, മറ്റൊന്ന് പ്രയാസപ്പെട്ടിട്ടും ഓതാൻ തീരുമാനിച്ചതിന്റെ പേരിൽ അള്ളാഹു അവനെ പരിഗണിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഖിറാഅത്ത് വളരെ പ്രധാനമാണ്. ഖുർആൻ ഓതാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മളുടെ അടുത്തുണ്ട്. അതില്ലാത്ത ആളുകൾക്ക് അത് എത്തിക്കുവാനും അത് വലിയ സ്വതക്കയാണ്. നമ്മളുടെ പിറകിലുണ്ട്. IPH ബന്ധപ്പെട്ട് നമുക്കറിയാം, വഖഫിന്റെ ഒരു സംരംഭം അവിടെ നടക്കുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ പല നാടുകളിലും പല വീടുകളിലും ഖുർആനില്ലത്രേ, പല പള്ളികളിലും ഖുർആനില്ലാത്ത സ്ഥലങ്ങളുണ്ട് എന്നാണ്. അവിടങ്ങളിലേക്കൊക്കെ ഖുർആൻ എത്തുമ്പോൾ അത് ഓതുന്ന ആളുകളുടെ പ്രതിഫലവും നമുക്ക് കിട്ടും. നമ്മൾ പാരായണം ചെയ്യുന്നതോടൊപ്പം അത് പാരായണം ചെയ്യാനുള്ള സംവിധാനങ്ങളും നമ്മൾ ഒരുക്കുക. അതുപോലെ തന്നെ ഖിറാഅത്തിന്റെ അടുത്ത പദവിയാണ് തിലാവത്ത് എന്ന് പറയുന്നത്. തിലാവത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഖിറാഅത്തിന്റെ മുകളിലുള്ള ഒരു കാര്യമാണ്. തിലാവത്ത് എന്ന് അറബി ഭാഷയിൽ പിന്തുടരുക എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്തുടരണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ആശയവും അർത്ഥവും അറിയണം. ആശയം അറിയുമ്പോഴേ നമ്മൾ എന്താണ് പാരായണം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുള്ളൂ. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് നമ്മളോട് പറഞ്ഞത് നിങ്ങൾ യത്ലൂന കിതാബല്ലാഹ് എന്ന് പറഞ്ഞത് തിലാവത്ത് നടത്തണം എന്നാണ്. അപ്പൊ ഖിറാഅത്തിൽ നിന്നും തിലാവത്തിലേക്ക് ഉയരാൻ നമുക്ക് കഴിയണം. കാരണം ഖിറാഅത്ത് എന്ന് പറയുന്ന ഖുർആനിന്റെ ആദ്യ സ്റ്റെപ്പില് നമ്മൾ എത്രയോ ചെറുപ്പത്തിൽ കയറി നിന്നിട്ടുണ്ടാകും. നമ്മൾ മദ്രസയിൽ പഠിക്കുമ്പോൾ ഖുർആൻ ഓതാൻ പഠിച്ചവരാണ്. പക്ഷെ തിലാവത്ത് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? ആ മദ്രസ കാലത്തിൽ നിന്ന് ജീവിതത്തിന്റെ ഒരുപാട് പടികൾ നമ്മൾ കയറിപ്പോയിട്ടുണ്ട്, ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. അള്ളാന്റെ ഖുർആനോടുള്ള ബന്ധത്തിൽ ഇപ്പോഴും ഖിറാഅത്തിന്റെ സ്റ്റെപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് എങ്കിൽ നമ്മളെക്കുറിച്ച് ആത്മവിചാരണ നടത്തണം. കാരണം അതിൻ്റെ മുകളിലുള്ള ഒരു സ്റ്റെപ്പിൽ നമ്മൾ എത്തണം. കാരണം അള്ളാഹു നമ്മളോട് സംസാരിക്കുകയാണ്. എന്നെ സൃഷ്ടിച്ച, എന്നെ പരിപാലിക്കുന്ന, എനിക്ക് ഭക്ഷണം തരുന്ന, എനിക്ക് വെള്ളം തരുന്ന, എൻ്റെ ആരോഗ്യത്തെ പരിപാലിക്കുന്ന, എനിക്ക് മക്കളെ നൽകിയ, എനിക്ക് ഈ പറയുന്ന എല്ലാ അർത്ഥത്തിലുള്ള സൗകര്യവും നൽകിയ എൻ്റെ റബ്ബിന്
എന്നോടെന്തൊക്കെയോ പറയാനുണ്ട്, ആ പറയാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് സമയമില്ല എന്നതാണ് നമ്മളുടെ ജീവിതത്തിന്റെ നിലപാടെങ്കിൽ അത് വലിയ നഷ്ടമായിരിക്കും. ഇവിടെ ഖുർആൻ സ്റ്റഡി സെന്ററുകൾ ധാരാളമുണ്ട്, നമുക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. നമുക്ക് നാളെ അള്ളാന്റെ മുമ്പിൽ പോയിട്ട് ഒന്നും പറയാനുണ്ടാവില്ല, ഒരു ന്യായവും നമുക്ക് പറയാനുണ്ടാവില്ല. ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അതിന് നമ്മൾ സമയം ചെലവഴിച്ചില്ലെങ്കിൽ അള്ളാഹു നമ്മളോട് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ചോദിക്കുമെന്നത് മാത്രമല്ല, നമ്മളുടെ ജീവിതത്തിലെ വലിയ നഷ്ടമായിരിക്കും. കാരണം നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹു എന്നോട് പറയാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോകുക എന്നത് നഷ്ടമാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് തഫക്കുറാണ്. എന്താ തഫക്കുർ എന്ന് പറഞ്ഞാല്? ഖുർആൻ നമ്മളോട് ചിന്തിക്കാനും പഠിക്കാനും ആവശ്യപ്പെടുന്നുണ്ട്. ആ ചിന്തയും പഠനവും നടത്തുക എന്നുള്ളൊരു ഇബാദത്താണ്. നമ്മൾ സുന്നത്ത് നിസ്കരിക്കുന്നത് പോലെ, സുന്നത്ത് നോമ്പെടുക്കുന്നത് പോലെ ഖുർആനിൽ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ അത് സുന്നത്ത് നോമ്പെടുക്കുന്നതിനേക്കാൾ പ്രതിഫലാർഹമായ ഒരു ഇബാദത്തായിട്ടാണ് അത് പരിഗണിക്കപ്പെടുന്നത്. അത്രയും ചിന്തയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. തദബ്ബുർ എന്നത് നാലാമത്തെ ഒരു സ്റ്റെപ്പാണ്. തദബ്ബുർ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഖുർആനിൽ തന്നെയുള്ള ചിന്തയാണ്. തഫക്കുറും തദബ്ബുറും തമ്മിലൊരു വ്യത്യാസമുണ്ട്. തഫക്കുർ എന്ന് പറഞ്ഞാൽ ഖുർആനിൽ പറഞ്ഞ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് ചിന്തിക്കലാണ്. ആകാശത്തെയും ഭൂമിയെയും കാറ്റിനെയും കടലിനെയും മനുഷ്യനെയും കുറിച്ചൊക്കെ ചിന്തിക്കലാണ് തഫക്കുറെങ്കിൽ. തദബ്ബുർ എന്നാൽ ഖുർആനിക ആയത്തിനെ കുറിച്ചുള്ള ചിന്തയാണ്. കാരണം എന്താ? ഖുർആനിക സൂക്തങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ലോകാവസാനം വരെയുള്ള ആളുകൾക്കും വെളിച്ചമാണ്. അത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ജനതക്ക് മാത്രമല്ല, 21-ാം നൂറ്റാണ്ടിലും ഇനി എത്ര നൂറ്റാണ്ടുകൾ കടന്നു വരുമ്പോഴും അവിടെയുള്ള മനുഷ്യർക്കെല്ലാം വഴികാട്ടിയാണ് ഖുർആൻ. അത് ഓരോ കാലഘട്ടത്തിലും എങ്ങനെയാണ് ഖുർആൻ വഴികാട്ടിയായി മാറുന്നത് എന്ന് ഖുർആനിൽ പാണ്ഡിത്യമുള്ള, ദീനിൽ പാണ്ഡിത്യമുള്ള ആളുകൾ ആ ഖുർആനിലേക്ക് ഇറങ്ങിയിട്ട് അത് മനസ്സിലാക്കാൻ കഴിയണം. അതാണ് തദബ്ബുർ എന്ന് പറയുന്നത്. അതെല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല, അത് ചിലർ ചെയ്യേണ്ട ഒരു പണിയാണ്. പറഞ്ഞു വന്നത്, ഖുർആനോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ കുറെ സ്റ്റെപ്പുകളുണ്ട്. നമ്മൾ ആത്മവിചാരണ നടത്തുക. ഖുർആനോട് ഇപ്പൊ ഞാൻ എന്ത് സ്റ്റെപ്പിലാണുള്ളത്? ഖിറാഅത്തിലാണുള്ളതെങ്കിൽ തിലാവത്തിന്റെ ഒരു സ്റ്റെപ്പിലേക്ക് എത്താൻ നമ്മൾ ശ്രമിക്കുക. തിലാവത്തിൽ നമ്മൾ ഉണ്ടെങ്കിൽ തഫക്കുറിന്റെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ ശ്രമിക്കുക. അങ്ങനെ തഫക്കുറിലൂടെ പിന്നീട് ഖുർആൻ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വെളിച്ചമാക്കി നൽകാനുള്ള ഒരു ദൗത്യവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതിനുള്ള ഒരു ഉണർത്തലായി മാറട്ടെ ഈ പരിപാടി എന്നത് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ ആളുകളായിട്ട് ജീവിപ്പിക്കുവാനും ഖുർആനിന്റെ ആളുകളായിട്ട് തന്നെ അള്ളാഹുവിലേക്ക് മടക്കാനും അഹ്ലുൽ ഖുർആനിന്റെ ആളുകളായി നാളെ പരലോകത്തെ നമ്മളെ പുനരുജ്ജീവിപ്പിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു കൂട്ടം ആളുകളെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ടുണ്ടാകും. അവരെ അള്ളാഹു നോക്കുകയില്ല, അവരെ അള്ളാഹു പരിഗണിക്കുകയില്ല. അവരിങ്ങനെ മാറ്റി നിർത്തപ്പെട്ടവരാണ്. അവർക്ക് അവസാനം ഒരു പ്രതീക്ഷയുണ്ടാകും, അള്ളാന്റെ റസൂലിന്റെ ശഫാഅത്ത് കിട്ടും, അള്ളാന്റെ റസൂല് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പറയാതിരിക്കില്ല എന്നവർ കാത്തിരിക്കും. പക്ഷേ അള്ളാന്റെ റസൂല് വന്നിട്ട് പടച്ചോനോട് പറയും, അള്ളാഹുവേ ഇവരെ നീ പരിഗണിക്കരുത്, ഇവരെ നീ പരിഗണിക്കേണ്ടതില്ല. കാരണം അവർ ഈ വിശുദ്ധ ഖുർആനിനെ വലിച്ചെറിഞ്ഞവരാണ്. ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. അവർ ജീവിതത്തിൽ ഖുർആനിനെ ചേർത്ത് വെച്ചിട്ടില്ലാത്ത ആളുകളാണ്, ഖുർആനിനെ പരിഗണിച്ചിട്ടില്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് അവരെ പരിഗണിക്കേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്. അല്ലാഹുവേ ഞങ്ങളെ അവരിൽ നീ ഉൾപ്പെടുത്തരുത് നാഥ. അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നാളെ ഖുർആൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ നാഥ. അല്ലാഹുവേ വിശുദ്ധ ഖുർആൻ കൊണ്ട് ജീവിതത്തിൽ വെളിച്ചമായി മാറുന്നവരുടെ കൂട്ടത്തിലെ, വിശുദ്ധ ഖുർആൻ കൊണ്ട് ജീവിതത്തിൽ സമാധാനവും ആശ്വാസവും കിട്ടുന്ന കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമുർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.